ഹാപ്പി മദേഴ്സ് ഡേ. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി മദേഴ്സ് ഡേ വിഷസ് ആശംസിക്കുന്നു. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതായത് ഈ ജനറേഷൻ മാത്രമല്ല പഴയ ജനറേഷനിലെ ആളുകൾ പോലും ചോദിക്കുന്നുണ്ട്, ഈ മദേഴ്സ് ഡേ ആവശ്യമുണ്ടോ, അതായത് അമ്മമാർക്ക് വേണ്ടി ഒരു ദിവസം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ സുഖത്തിലും കഷ്ടതയിലും അല്ലേ എല്ലാത്തിലും അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഒരു ദിവസം അവർക്ക് വേണ്ടി നമ്മളൊന്ന് ഒരു ദിവസം, അത് വാലന്റൈൻസ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നത്, അപ്പോഴൊന്നും ആർക്കും ഒരു ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ മദേഴ്സ് ഡേയും നല്ല രീതിയിൽ ആഘോഷിക്കണം. അമ്മയ്ക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു ചെറിയ കേക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക, ഒന്നും വേണ്ട, ഒരു വിഷസ് പറയുക. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ മക്കൾ നമ്മൾക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മമാർക്ക് ചെയ്യുമോ, ഇതെല്ലാം എനിക്ക് വളരെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ അമ്മ സ്നേഹം എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ആ ചെറിയ സമയത്ത് അമ്മ സ്നേഹം എന്ന് പറഞ്ഞാൽ, അന്നൊക്കെ അമ്മമാർ നമ്മളെ ശകാരിക്കും, പക്ഷെ ആ ശകാരത്തിനിടയിലും ഒരു സ്നേഹം ഉണ്ടല്ലേ. രാവിലെ എണീറ്റ് പോയി പല്ല് തേക്കടി, നമ്മൾ ഏത് സമയം അവർ ഈ ഒരു പുഷ് ചെയ്തായിരുന്നു, എല്ലാത്തിനും നമ്മളെ പുഷ് ചെയ്ത് പറഞ്ഞ് നമുക്കതൊരു ശീലമായിപ്പോയി. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമുക്കത് പറ്റും. അന്നൊക്കെ നമ്മൾ ഈ അമ്മമാരൊക്കെ കൂട്ടം കൂടി ഒരു ഗ്രൂപ്പ് സംസാരിക്കാൻ നേരത്ത് വലിയവർ സംസാരിക്കുന്നിടത്ത് എന്താണ് കാര്യം, നിങ്ങൾ കയറിപ്പോന്ന് പറയും. ഇപ്പോൾ പിള്ളേർ സെറ്റിൻ്റെ ഒരു ഗ്രൂപ്പ്, ന്യൂ ജനറേഷൻ ഗ്രൂപ്പിൻ്റെ അടുത്തോ അവരുടെ ഒരു കൂട്ടത്തിൻ്റെ അടുത്തോ നമ്മൾ ചെന്ന് നിന്നാൽ അവർ നമ്മളിരുന്നോട്ടെ, നമ്മൾ അവിടുന്ന് പോകും. ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഭയങ്കരം തന്നെ. പിന്നെ പറയാനുള്ളത്, ഓണമൊക്കെ വരുമ്പം 2-3 ദിവസം മുമ്പ് അമ്മമാർ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കും. പിന്നെ നമുക്ക് ഓണക്കോടി എല്ലായിടത്തും എല്ലാം അമ്മമാരുടെ ഇതിലല്ലേ. പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ പട്ടുപാവാട എല്ലാം തയ്പ്പിച്ച് എടുത്ത് മക്കൾക്ക് അത് രാവിലെ സെലക്ഷൻ ചെയ്ത് ഇടാനുള്ളത്. പിന്നെ പലഹാരങ്ങളൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അമ്മമാർ പലഹാരങ്ങൾ കൊണ്ടുവരും. സത്യത്തിൽ അവർ കടയിൽ നിന്ന് കഴിച്ചിട്ടായിരിക്കത്തില്ല അവർ നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പം അവർ കറക്റ്റ് ചിലപ്പോൾ 5-6 എണ്ണമൊക്കെ കൊണ്ടുവരും. നമ്മൾ കഴിച്ചിട്ട് ചിലപ്പോൾ അവരുടെ പങ്ക് നമ്മൾ ചിന്തിക്കില്ല അവർക്ക് വേണമെന്ന്. അപ്പോഴും നമ്മൾ പറയും, അമ്മ ഞാൻ ഒന്നും കൂടെ എടുത്തോട്ടെ എന്ന്. അപ്പോൾ അവർ ഓക്കെ പറയും. അവർ പക്ഷേ കഴിച്ചു കഴിയുന്നൊന്നും നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് പ്രായമെല്ലാം ആയി വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, വൈകിട്ടൊക്കെ ആകുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദു ആയാലും അന്നൊക്കെയുള്ള ടൈമിൽ അവർ പറയും, വൈകിട്ട് സമയമായി, കൈയും കാലും മുഖം കഴി നാമം ജപിക്കെന്ന് പറയുമായിരുന്നില്ലേ. ഈ വന്ന കാലഘട്ടത്തിൽ നമ്മൾ മക്കളോട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അമ്മമാരൊക്കെ അന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒരു കറക്റ്റ് റൊട്ടീനായിട്ട് പാലിച്ചു കൊണ്ടുവന്ന്. ഇപ്പോഴത്തേക്ക് കാലഘട്ടത്തിൽ വളരെ വിരളമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മക്കളത്തൊക്കെ നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റ് പറയാൻ പറ്റുമോ? പക്ഷെ അന്നത്തെ തലമുറകളിൽ സ്ട്രിക്റ്റ് പറഞ്ഞാലും അവർ കേൾക്കും. ആദ്യം 1-2 ഇല്ല അമ്മ ഞാൻ ഇപ്പം ചെയ്തില്ല പിന്നെ ചെയ്തോളാം, പിന്നെ അമ്മയുടെ ഒരു ശകാരം മതി. പക്ഷെ എന്നാലും നമുക്ക് അമ്മയുടെ ദേഷ്യം കാണത്തില്ല. പിന്നെ അമ്മമാർ പിന്നെന്താ പറയുന്നത്, വേറെ നമുക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ, നിനക്ക് വയ്യായികയാണ്, എണ്ണ പലഹാരങ്ങളൊന്നും അധികം കഴിച്ചുകൂടാ, നമുക്ക് വേണ്ടി ചോറിൻ്റെ കൂടെ അവിയലും കാര്യങ്ങളെല്ലാം കഴിച്ച് നമ്മുടെ ഫുഡിൻ്റെ കൂടെ അതെങ്ങനെ വരണം, ഈ ഓയിലി ഫുഡ് കൂടുതൽ കഴിച്ചുകൂടാ, പിന്നെ തല കുളിക്കരുത്, അങ്ങനെ നമ്മളെ ഒത്തിരി കെയർ ചെയ്ത് പറയുമായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മ തന്നെ. പിന്നെ അമ്മമാരാണ് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാനായിട്ട് അച്ഛന്മാർ പൈസയും കാര്യങ്ങളൊക്കെ തരും. അവർ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, കുടുംബത്തും അവിടെ ഇവിടെയൊക്കെ പോകണമെങ്കിൽ അമ്മമാർ നമ്മളെ കൊണ്ടുപോയി അവിടെ ഇവിടെയും അമ്പലങ്ങളെല്ലാം കൊണ്ടുപോയി കറക്കി. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മച്ചി വീട്ട് ക്ഷേത്രത്തിലൊക്കെ വൈകിട്ടൊക്കെ അമ്മ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എനിക്കും എൻ്റെ ചേച്ചിക്കൊക്കെ കുപ്പിവിളകളും കാര്യങ്ങളെല്ലാം മേടിച്ച് തരും. 2 പേർക്കും 2 കയ്യിലും മേടിച്ചിട്ട് തരും. അതെല്ലാം നല്ല ഓർമ്മയാണ് എൻ്റെ അമ്മയുടെ. പിന്നെന്തോ പറയാനാ, പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് കുട്ടിയുടെ ഡെലിവറി എൻ്റെ കേരളത്തിലായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ പൊന്നുപോലെ നോക്കി. എൻ്റെ അമ്മ എന്നെ അവർക്ക് ഊണും ഉറക്കവും ഇല്ല. അതൊരു സത്യം പറയാം, അത് പെറ്റതല്ല ആ ചെയ്യുന്നതനുസരിച്ച് അത് ലോകത്ത് വേറെ ആർക്കും അത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ ആർക്കും പറ്റത്തില്ല അവർ. പിന്നെ ഞാനിപ്പം മറുനാടൻ മലയാളിയാണല്ലോ. അപ്പോൾ വല്ലപ്പോഴും കൂടി നാട്ടിലൊക്കെ ചെല്ലുന്ന സമയത്തും അമ്മയ്ക്ക് ആവുമെന്ന് വെച്ചിട്ടില്ല. നീയല്ലേ നിൻ്റെ ഫാമിലിയിൽ എപ്പോഴും ചോറും കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും, നീ എന്തിനാ രാവിലെ എണീറ്റ് വന്നേ? അപ്പോഴത്തേക്കും നമ്മൾ വരുമ്പോഴത്തേക്കും ചോറും കറിയെല്ലാം ഉണ്ടാക്കി വെച്ച് അമ്മ നമ്മൾ അടുക്കള കയറും പോയിട്ടില്ല. അന്നേരം നമുക്ക് 10-40 വയസ്സുകൊണ്ട് അടുക്കുന്നു. ഇപ്പോൾ എങ്കിലും ഞാൻ പറയുകയാണെ, ഇപ്പോഴും അവർക്ക് നമ്മൾ കൊച്ചു മക്കൾ തന്നെ. അതാണ് മാതൃസ്നേഹം. ഇപ്പോഴും ഫോൺ ചെയ്തിട്ട് അവർ ചോദിക്കുന്നത് നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് വല്ല സുഖം, നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അതായത് അമ്മയ്ക്ക് സുഖമാണോ വയസ്സ് തന്നിരിക്കുന്ന സമയത്ത് അത് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, എല്ലാം A to Z അവർ തിരക്കും. അവർ തിരക്കുന്ന കണക്ക് ലോകത്ത് ആര് തിരക്കാൻ?
വേറെ വേറെ എന്താ ഉത്സവ സമയത്തൊക്കെ അമ്മമാരുടെ കൂടെ ഒക്കെ നമ്മൾ പോകും. നമുക്ക് ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ. ഇത്രയൊക്കെ, ഒത്തിരി ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ശരി, ഓക്കെ, ബൈ ബൈ. ഇത്ര നേരം എന്നെ സഹിച്ചതിന് വളരെ താങ്ക്സ്.